ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹിതരെ, പരിശുദ്ധ വലിയ നോമ്പിന്റെ 4 ആഴ്ചകൾ പിന്നിട്ടതിനു ശേഷം 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം എവിടെ ആയിരിക്കുന്നു എന്ന് ഒന്ന് സ്വയം പരിശോധിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധ വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ചയുടെ ചിന്താവിഷയം. നമ്മുടെ കർത്താവ് ഒരു സാബത്ത് ദിവസത്തില് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നതാണല്ലോ ഈ ദിവസത്തെ വേദഭാഗം. സാബത്ത് ദിവസത്തില് കർത്താവ് ഈ സ്ത്രീക്ക് സൗഖ്യം നൽകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരാലും വേദപ്രമാണികളാലും വിമർശിക്കപ്പെടുകയാണ്. എന്നാൽ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കർത്താവ് എന്താണ് യഥാർത്ഥ സാബത്ത് എന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്നു. സാബത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തേണ്ടതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ സമസൃഷ്ടിയോട് കരുണയും സ്നേഹവും അനുകമ്പയും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കർത്താവ് സാബത്ത് ദിവസത്തില് ഈ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നത് വഴി ആ സ്ത്രീയോട് കരുണയും ദൈവവും കാണിച്ചുകൊണ്ട് അങ്ങനെ നാമുമായിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തും. വീണ്ടും ഈ ദിവസത്തിലെ ധ്യാനചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ കർത്താവ് ഈ സ്ത്രീയുടെ കൂന് നിവർത്തുന്നതായിട്ട് നാം കാണുന്നു. ഈ കൂനിയായ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകുന്നത് വഴി ആ സ്ത്രീക്ക് നൽകുന്നത് ശാരീരികവും ആത്മീയവുമായിട്ടുള്ള സൗഖ്യമാണ്. പരിശുദ്ധ വലിയ നോമ്പിന്റെ 4 ആഴ്ചകൾ പിന്നിട്ടതിനു ശേഷം 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്കും കർത്താവിന്റെ രക്ഷാകരമായിട്ടുള്ള കുരിശിലേക്കും ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. ആ കുരിശിലേക്ക് നാം നോക്കണമെങ്കിൽ നാം നിവർന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. പാപഭാരം ഇറക്കി വെച്ചുകൊണ്ട് നിവർന്നു നിന്നുകൊണ്ട് ഗോൽഗോത്തായുടെ മുകളിൽ നാട്ടിയിരിക്കുന്ന രക്ഷാകരമായ കുരിശിനെ കാണുവാൻ തക്കവണ്ണം നിവർന്നു നിൽക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ വലിയ നോമ്പിന്റെ 5 ആഴ്ചകളുടെ വേദഭാഗത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നാം കാണുന്നത് അതില് 3 ആഴ്ചകള് കർത്താവ് സ്ത്രീകളുടെ വിശ്വാസത്തെ മാതൃകയാക്കി നമ്മെ കാണിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ മധ്യസ്ഥകൾക്ക് കർത്താവ് മറുപടി നൽകുന്നതായിട്ട് നാം കാണുന്നു. ഈ വേദഭാഗങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്തൃസന്നിധിയില് സ്ത്രീയെന്നോ പുരുഷനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ എന്നുള്ള വേർതിരിവില്ല. എല്ലാവരും ദൈവസന്നിധിയില് കർത്തൃസന്നിധിയില് സമന്മാർ എന്ന് നമ്മുടെ കർത്താവ് ഈ വേദഭാഗങ്ങൾ വഴി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ വലിയ നോമ്പിന്റെ അവസാന നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ നാളുകൾ ഉപകരിക്കട്ടെ. സമസൃഷ്ടിയോട് ദയയും കരുണയും സ്നേഹവും മനസ്സലിവും നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാവരെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ മനസ്സിന് ഉടമകളാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവട്ടെ. പരിശുദ്ധ വലിയ നോമ്പിന്റെ ഈ നാളുകൾ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.